ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സാന്ത്വന സീരിയലിലെ നാളത്തെ നല്ലൊരു എപ്പിസോഡിന്റെ ഒറിജിനൽ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് ലാസ്റ്റോട് കൂടി ഞാൻ നമ്മുടെ പഴയ മിത്ര തിരിച്ചു വന്നിരിക്കുകയാണ്. ആ മിത്ര വരുമ്പോൾ തന്നെ എല്ലാവർക്കും ഭയങ്കര എന്താ പറയുക സന്തോഷവും കാര്യങ്ങളും. അപ്പം മിത്ര ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ആർക്കും എന്തൊരു സന്തോഷമില്ലാത്തത്? ഞാൻ മത്സരങ്ങൾക്ക് ഭയങ്കര പാടായിരുന്നു, ആ ട്രെയിനിങ് ഒക്കെ ഭയങ്കര പാടായിരുന്നു, ഓരോരോ കാര്യങ്ങൾ കഴിയുമ്പോൾ ഓരോരോ പുതിയ പുതിയ കാര്യങ്ങളും ഭയങ്കര ടഫായിരുന്നു. മിക്ക ആൾക്കാരും തോറ്റു കേട്ടോ, പക്ഷെ ഞാൻ ജയിച്ചു എന്ന സന്തോഷത്തോടെ പറയാണ് മിത്ര. അത് കേട്ടിട്ട് ബാലന് ഒരു സന്തോഷമില്ല. ബാലൻ ഗോമതിട്ട് പറയുന്നുണ്ട്, മിത്രമോള് ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നല്ലേ, അവൾക്ക് കഴിക്കാൻ എന്തെങ്കിലും കൊടുക്കു ഗോമതി എന്ന് പറഞ്ഞിട്ട് ബാലൻ അവിടെ നിന്ന് ഇറങ്ങി പോവാണ് ചെയ്യണേ കേട്ടോ. അപ്പോൾ നമ്മുടെ മിത്ര ചോദിക്കേണ്ടത്, എന്തു പറ്റി ബാലച്ചന്? ഞാൻ SA ട്രെയിനിങ്ങിൽ പോയത് ഇഷ്ടമായില്ലല്ലേ? പക്ഷേ അമ്മായിക്കും അങ്ങനെ തന്നെയാണല്ലോ. അകത്ത് പോകുമ്പോഴേക്കും നമ്മുടെ മീനാക്ഷിനെ പിടിച്ച് കറക്കുന്നുണ്ട് മിത്ര. മീനാക്ഷിയുടെ മുഖം ആകെ മാറിയിരിക്കുകയാണ്. ഇത് എന്തു പറ്റി? എല്ലാവർക്കും ആകെ ദേഷ്യം, ആകെ പരിഭവം. ഞാൻ ഇവിടെ നിന്ന് ഒരു 2 ആഴ്ച മാറിയപ്പോഴേക്കും എല്ലാവരും എന്നോട് മറന്നോ? അതോ ഞാൻ വന്നത് ആർക്കും അങ്ങോട്ട് ഇഷ്ടമായില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. മീനാക്ഷി പറയണ്ട, മിത്ര നീ എന്തൊക്കെയാണ് മിത്രയെ പറയണത്? നിന്നെ ശരിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ എന്താണ് ആർക്കും ഒരു സന്തോഷമില്ലാത്ത? അല്ല, അനുമോൾ എവിടെ? ആനന്ദേട്ടൻ എവിടെ? അതിനേക്ക് മുമ്പ് എനിക്ക് കാണേണ്ട ഒരാളുണ്ട്, നമ്മുടെ ദേവിയെടുത്തി. അല്ല, ദേവിയെടുത്തി എവിടെ? ഇവിടെ ഉണ്ടല്ലോ അല്ലേ? ഓ, ഉറക്കമായിരിക്കും അല്ലേ? അമ്മായി പിന്നെ അനങ്ങാൻ സമ്മതിക്കില്ലല്ലോ. ദേവിയെടുത്തിന് എനിക്കൊന്ന് കാണണം. അപ്പോഴേക്കും മീനു പറയുന്നുണ്ട്, അതെ ദേവിയെടുത്തി ഉറങ്ങുമല്ലേ മിത്രേ, കുറച്ച് കഴിയുമ്പോൾ കാണാം. അത് കൊള്ളാം, ഇത്രയും നാളായിട്ട് ഞാൻ വന്നിട്ടേ ദേവിയെടുത്തിനെ കണ്ടില്ലെങ്കിൽ ദേവിയെടുത്തേക്ക് വിഷമവും. മാത്രമല്ല ദേവിയെടുത്തി കഴിഞ്ഞ ദിവസങ്ങളൊന്നും എന്നോട് മിണ്ടിയില്ല. എന്നോട് മാത്രം, നിങ്ങൾ ആരും എന്റെ ഫോൺ പോലും എടുക്കുന്നുണ്ടായില്ല. എനിക്ക് എന്തുമാത്രം വിഷമമെന്നറിയാവോ? ദേവിയെടുത്തേക്ക് മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ പോലും തരുന്നില്ല. എന്താ ദേവിയെടുത്ത് ഫോൺ യൂസ് ചെയ്യുന്നില്ലേ? മീനാക്ഷി പറയണ്ടേ, അതെ ദേവിയെടുത്ത് ഫോൺ എന്തോ കംപ്ലൈന്റ് ആയി, അത് പോയി മിത്രേ. അപ്പൊ പുതിയ ഫോൺ വാങ്ങിച്ചു കൊടുക്കണം, അതിനെന്താ പ്രശ്നം? അതല്ല, ഈ സമയത്ത് ഫോൺ യൂസ് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് ഫോൺ പിന്നെ മേടിച്ചു കൊടുത്തില്ല. ഓ അങ്ങനെയാണല്ലേ? അല്ല, മീനാക്ഷി എടുത്ത് എന്താ എന്റെ ഫോൺ എടുക്കാത്ത? അതും ഇത്ര ഭയങ്കര തിരക്കായിരുന്നു ഓഫീസിൽ, അതുകൊണ്ടാ. ഞാൻ വിശ്വസിച്ചൊന്നും വിചാരിക്കേണ്ട, എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അവിടെ ഓരോരോ ട്രെയിനിങ് കാര്യങ്ങളും കഴിയും തോറും എനിക്ക് വിഷമം കൂടി കൂടി വരുമായിരുന്നു. നിങ്ങൾ ആരെ ഒന്ന് വിളിക്കുന്നില്ലല്ലോ, തിരിച്ചു വിളിച്ചിട്ടാണെങ്കിൽ ആരും എടുക്കുന്നില്ല, എന്നെ ഇങ്ങോട്ട് വിളിക്കുന്നില്ല. ആകെ 2 ദിവസം കൂടുമ്പോൾ ആരെയും വിളിക്കും, അത്രയേ ഉള്ളൂ. കഴിഞ്ഞ 2-3 ദിവസം ആരെയും വിളിച്ചതുമില്ല. എനിക്ക് എല്ലാവരോടും ദേഷ്യമൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും കുഴപ്പമില്ല. നിങ്ങളൊക്കെ മാറിക്കുക, എനിക്ക് എന്റെ ദേവിയെടുത്തിനെ കാണണം. ദേവിയെടുത്തേക്ക് കൊടുക്കാൻ കുറെ സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാ ആര്യ? അതെ അതെ. അപ്പൊ മീനാക്ഷി ഇങ്ങനെ ആര്യന്റെ മുഖത്ത് നോക്കുന്നുണ്ട്. അപ്പൊ ആര്യൻ ഒന്നും പറഞ്ഞില്ല എന്ന് മട്ടി, ഞാനൊന്നും പറഞ്ഞില്ല ഇടത്തിയെന്ന് മട്ടിൽ ഇങ്ങനെ തല ഇങ്ങനെ പതുക്കി അനക്കും കേട്ടോ. മിത്ര പറഞ്ഞിട്ട്, എനിക്ക് ദേവിയെടുത്തിനെ കാണാൻ മാറുന്നു നമ്മുടെ ദേവിയെടുത്തിലെ റൂമിൽ പോവാണ്. വാതിൽ തുറക്കുമ്പോൾ ദേവി അവിടെ കിടക്കുമായിരിക്കും കേട്ടോ. ദേവിയെടുത്തി എന്ന് പറഞ്ഞിട്ട് വരുവാണ്. മിത്ര നീ എത്തിയോ? പിന്നെ എത്താതെ? ഹോ, ഞാൻ ഈ വീട്ടിൽ ആരാണ് ഏറ്റവും കൂടുതൽ മിസ് ചെയ്തെന്ന് ചോദിച്ചാലേ ഞാൻ പറയും എന്റെ ദേവിയെടുത്തിനെയാണെന്ന്. എനിക്ക് ആരിനെ പോലും ഇത്ര മിസ് ചെയ്തിട്ടോ. അത് എന്താ കാരണമെന്ന് അറിയാവോ? അപ്പൊ ദേവി, എന്താ എന്താ കാരണം? അത് കൊള്ളാം, ദേവിയെടുത്ത് ഇപ്പൊ ഒരാളാണോ? 2 പേരല്ലേ? അപ്പൊ എനിക്ക് ദേവിയെടുത്താണ് കൂടുതൽ മിസ് ചെയ്തത്. ഞാൻ പോയിട്ട് വന്നപ്പോഴേക്കും കുഞ്ഞാവ് അനക്കമൊക്കെ വെച്ച് തുടങ്ങിയല്ലേ? മീനു ചേച്ചി പറഞ്ഞായിരുന്നു കേട്ടോ. ഒരു ദിവസം എന്നെ വിളിച്ചപ്പോ പറഞ്ഞു, ഇങ്ങനെ ഇങ്ങനെ കൈകാലിട്ടിട്ട് ഇങ്ങനെ അനക്കുമ്പോ ഒരു കുഞ്ഞ് പ്രാവ് ഇങ്ങനെ പെടക്കുന്ന പോലത്തെ ഇത് ദേവിയെടുത്തേക്ക് ഉണ്ടായിരുന്നു. ആ അനക്കം കേൾക്കാൻ ഞാൻ വന്നത്. എവിടെ എന്റെ കുഞ്ഞാവിടെ അനക്കം? എനിക്കൊന്ന് കേൾപ്പിക്ക് ദേവിയെടുത്തി, പ്ലീസ് ദേവിയെടുത്തി, ഞാനൊന്ന് തൊട്ട് നോക്കിക്കോട്ടെ വയറ്റില്. അപ്പൊ തന്നെ ദേവി പൊട്ടിക്കരയാണ്. അയ്യോ, ഇത് എന്ത് പറ്റി? എല്ലാവരും എന്താ ആകെ വിഷമിച്ചിരിക്കുന്നത്? കുഞ്ഞവനെ തൊടാൻ പോലും സമ്മതിക്കുന്നില്ല. എന്താ എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ മീനു നമ്മുടെ മിത്രനെ കൂട്ടിക്കൊണ്ട് അപ്പുറത്തെ റൂമിലേക്ക് പോവാണ്. ദേവിയാണെങ്കിൽ പൊട്ടിക്കരയാട്ടോ. ദേവിയുടെ അടുത്തേക്ക് ഗോമതിയും ആര്യനും പോകുന്നുണ്ട്. ദേവിയുടെ അടുത്ത് സമാധാനിപ്പിക്കേണ്ട, ദേവി നീ ഇങ്ങനെ വിഷമിക്കല്ലേ, അവൾക്ക് അറിയില്ലല്ലോ, അവൾ അറിഞ്ഞു കഴിഞ്ഞാൽ തകർന്നു പോകും, ട്രെയിനിങ് ഒക്കെ അവള് തോറ്റു പോകുന്നു വിചാരിച്ചിട്ട് ഞങ്ങൾ അവൾക്ക് സത്യങ്ങളൊന്നും പറഞ്ഞില്ല. അത് പറഞ്ഞിരുന്നെങ്കിൽ അവൾ ഇങ്ങോട്ടേക്ക് വന്നാനെ, അതുകൊണ്ടാണ് പറയാത്തത്. ദേവി പറയണ്ട്, അവൾക്ക് പറയാതിരുന്നത് നന്നായി. അതുകൊണ്ട് അവളെങ്കിലും കുറച്ചു നാളാണെങ്കിലും അവിടെ സമാധാനത്തോടെ ഇരുന്നല്ലോ എന്ന് ദേവിയും പറയുന്നുണ്ട്. ശേഷം മീനു മിത്ര എടുത്ത് പറയുന്നുണ്ട്, മിത്രമോളെ നമുക്ക് ആ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു എന്ന് പറയാണ്. എന്തൊക്കെയാ പണം? നിങ്ങളത് തമാശ പറയാണോ? ഇങ്ങനത്തെ കാര്യത്തിൽ ഇങ്ങനത്തെ തമാശ ഒന്നും പാടില്ല കേട്ടോ. തമാശക്ക് ഞങ്ങൾ അങ്ങനെ പറയുന്ന എനിക്ക് തോന്നുന്നുണ്ടോ? അതാ ഇവിടുത്തെ എല്ലാവർക്കും ഒരു വിഷമം പോലെ. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത് എന്ത് സംഭവിച്ചു? അത് എല്ലാത്തിനും കാണും അലോകാണ്. അലോകും അനുവും തമ്മിൽ ചെറിയൊരു അഫെയർ ഉണ്ടായിരുന്നു. അവൻ അവളെ കാണാൻ വേണ്ടി ഇവിടേക്ക് വന്നു. പിന്നെ എല്ലാം കൂടി പ്രശ്നമായി. അതിനിടയ്ക്ക് വന്ന ദേവിയെടുത്തിന് അവനൊരു ചവിട്ടി. ദേവിയെടുത്തി നേരെ പോയി വീണത് കസേരയുടെ സൈഡിലായിരുന്നു. വയറിടിച്ചുകൊണ്ട് ഭയങ്കര ബ്ലീഡിംഗ് ആയിരുന്നു. ദേവിയെടുത്തിനെ പോലും രക്ഷപ്പെടുത്തി കിട്ടില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഒരുപാട് നേരത്തെ പരിശ്രമത്തിന് ശേഷമാണ് നമുക്ക് നമ്മുടെ ദേവിയെടുത്തിനെ കിട്ടിയത്. പക്ഷെ കുഞ്ഞു പോയി എന്ന് പറയാണ്. അത് കേൾക്കുമ്പോൾ മിത്ര ആകെ തളർന്നു പോകുക കേട്ടോ. ആ ഒരു ഭാഗമാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.